ഹായ്, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും ലോക്ക്ഡൗൺ ഒക്കെ ആയിട്ട് വീട്ടിൽ തന്നെ ഇരിക്കുകയാണ്. എല്ലാവരും സേഫായിട്ടൊക്കെ ഇരിക്കുകയാണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഞങ്ങളിവിടെ സേഫായിട്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും വിശേഷങ്ങളൊക്കെ ഒന്ന് വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. എല്ലാവരും സേഫാണോ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എന്നുള്ളത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് മുട്ട പൊരിച്ചതാണ്. മുട്ട പൊരിച്ചതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാധാരണ നമ്മൾ ഉണ്ടാക്കുന്ന ഓംലെറ്റ് അല്ല, മുട്ട പുഴുങ്ങി പൊരിച്ചതാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ ഇൻട്രസ്റ്റ് ഉണ്ടാവുമെന്നറിയാം. ഇന്ന് ഉച്ചയ്ക്ക് തന്നെ പറ്റിയാൽ ഇപ്പോൾ തന്നെ റെഡിയാക്കിയിട്ട് ഊണ് കഴിച്ചോളൂ. ഊണ് കഴിക്കാൻ സമയം ആവുന്നേ ഉള്ളൂ. അപ്പോൾ നമ്മളിപ്പോൾ ഉച്ചയ്ക്ക് ബുധനാഴ്ചയും വെള്ളിയാഴ്ചയും വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. നിങ്ങൾ അറിഞ്ഞിട്ടില്ലെങ്കിൽ അത് അറിയാൻ വേണ്ടി പറഞ്ഞു തന്നേ ഉള്ളൂ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ റെസിപ്പി തയ്യാറാക്കുന്നത് നോക്കാം. നമുക്ക് നമ്മുടെ മുട്ട പൊരിച്ചെടുക്കാനായിട്ട് നമ്മളിപ്പോൾ 4 മുട്ട പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒന്ന് വരഞ്ഞു കൊടുക്കാം. ചെറുതായിട്ട് ഓരോ വര കൊടുക്കുക. ഇതുപോലെ ആ മസാല ഒന്ന് ഉള്ളിലേക്ക് പിടിക്കാനാണിത്. ഇത് നമുക്ക് ചോറിനും ചപ്പാത്തിക്കും കൂടെ കഴിക്കാൻ പറ്റിയ റെസിപ്പിയാണ് കേട്ടോ. നിങ്ങൾക്ക് ചോറിൻ്റെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയോ കഴിക്കാം. കുറച്ച് എരിവൊക്കെ ഉള്ള റെസിപ്പിയാണ്. ഇത് കട്ടായി പോവാത്ത രീതിയിൽ വേണം നമ്മളിങ്ങനെ വരഞ്ഞു കൊടുക്കാനായിട്ട്. ജസ്റ്റ് ചെറിയ വരകൾ മതി. അപ്പോൾ ഞാനിതെല്ലാം ഇതുപോലെ വരഞ്ഞെടുക്കട്ടെ. പിന്നെ ഇതിലേക്ക് വേണ്ട കാര്യങ്ങൾ ഞാൻ ചേർക്കുമ്പോൾ പറയാം. ഇപ്പോൾ നമുക്ക് നമ്മുടെ മുട്ട ഫ്രൈ ചെയ്തെടുക്കാനുള്ള ചട്ടി ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ചേർക്കാം. ഒരു 1.5 ടീസ്പൂൺ വെളിച്ചെണ്ണ മതി. വേറെ അധികം നമുക്ക് വഴറ്റാനൊന്നുമില്ല. ഈ ചൂടായ വെളിച്ചെണ്ണയിലേക്ക് നമുക്ക് കുറച്ച് കുരുമുളക് പൊടി, ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് വേണം ചേർക്കാനായിട്ട്. ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ഞാൻ ചേർക്കുന്നുണ്ട്. എരിവുള്ള മുളക് പൊടി ചേർക്കുന്നതുകൊണ്ടാണ് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി. എരിവില്ലാത്ത മുളക് പൊടി, കാശ്മീരി ചില്ലി പൗഡറാണ് ചേർക്കുന്നതെങ്കിൽ 1 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കാം. പിന്നെ ഞാനൊരു 1 ടീസ്പൂൺ മുളക് പൊടി ചേർക്കുന്നുണ്ട്. എരിവുള്ള മുളക് പൊടിയാണ് ചേർക്കുന്നത്. എണ്ണ നന്നായിട്ട് ചൂടാവുന്നതിന് മുന്നേ വേണം കേട്ടോ നമ്മളിതെല്ലാം ചേർത്ത് കൊടുക്കാനായിട്ട്. എണ്ണ നന്നായിട്ട് ചൂടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പൊടികൾ വേഗം കരിഞ്ഞു പോവും. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, ഇത്രയും ചേർത്തിട്ട് നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇതിലേക്ക് ഇനി ചേർക്കേണ്ടത് ഉപ്പാണ്. ഇതിലേക്ക് ഞാൻ ഉപ്പ് ചേർക്കുന്നുണ്ട്. നമുക്ക് എത്ര ഉപ്പ് വേണമോ അത്ര അനുസരിച്ച് ഉപ്പ് ചേർക്കാം. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരുപാട് ഉപ്പ് ചേർക്കേണ്ട, നമ്മുടെ മുട്ടയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. മുട്ട ഉപ്പ് ചേർത്തിട്ടാണ് ഞാൻ വേവിച്ചെടുത്തിട്ടുള്ളതും. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഒരു തണ്ട് കറിവേപ്പില. ഇതെല്ലാം ചേർന്ന് നന്നായിട്ടൊന്ന് ചൂടായി വന്നു കഴിയുമ്പോൾ, നമ്മുടെ പൊടികളുടെ റോ ടേസ്റ്റൊക്കെ ഒന്ന് മാറി വന്നു കഴിയുമ്പോൾ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മുട്ട ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ മുട്ട ചേർക്കാനുള്ള ടൈം ആയിട്ടുണ്ട്. പൊടികളൊക്കെ ഒന്ന് കുക്കായി വരുന്നുണ്ട്. ഇനി മുട്ടയും കൂടി ചേർന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ പരിപാടി. വളരെ ഈസിയാണ്. അപ്പോൾ ഞാൻ കട്ട് ചെയ്തപ്പോൾ ഒരു മുട്ടയുടെ പീസ് വിട്ടുപോയി കേട്ടോ. അത് നിങ്ങളെല്ലാവരും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. അപ്പോൾ ഈ മുട്ടയിലേക്ക് മസാല നന്നായിട്ട് പിടിക്കുന്ന രീതിയിൽ നമ്മളൊന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കണം. ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക. ഈ മസാലയുടെ ടേസ്റ്റ് ഉപ്പൊക്കെ കറക്റ്റാണോ എന്നുള്ളത്. ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കണം. എരിവ് കുറവാണെങ്കിൽ വീണ്ടും കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇനി ഇതൊരു 2 മിനിറ്റ് ഇതുപോലെ ഇരിക്കട്ടെ. നമുക്ക് ഇടയ്ക്കൊന്ന് ഇളക്കി മറിച്ച് കൊടുക്കാം. ഉപ്പും എരിവുമെല്ലാം മുട്ടയിലേക്ക് നന്നായിട്ട് പിടിച്ചു വരാനായിട്ടാണ്. അപ്പോൾ നമ്മുടെ മുട്ട റെഡിയായി വന്നിട്ടുണ്ട്. ഒരു 2 മിനിറ്റ് ആയി ഞാനിങ്ങനെ ഇടയ്ക്ക് തിരിച്ചിട്ട് കൊടുക്കുന്നു. ഉപ്പ് കുറവായിരുന്നു, ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം. ഇത്രയേ ഉള്ളൂ നമ്മുടെ മുട്ട വരട്ടിയെടുത്തതെന്ന് പറയാം, മുട്ട പൊരിച്ചെടുത്തതെന്ന് പറയാം, മുട്ട പുഴുങ്ങി പൊരിച്ചതെന്ന് പറയാം. ഏത് രീതിയിൽ വേണമെങ്കിലും പറയാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേരിട്ട് വിളിക്കാം. പുഴുങ്ങിയെടുത്തിട്ട് ഇതുപോലെ വളരെ എളുപ്പത്തിൽ നമുക്ക് ലഞ്ചിന് ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ നിങ്ങളിപ്പോൾ ഊണ് കഴിക്കാൻ പോകുന്നേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ മുട്ട വേവിച്ചോളൂ. വേഗം തന്നെ ഒരു 10 മിനിറ്റ് മുട്ട കുക്ക് ചെയ്ത് തണുത്ത വെള്ളത്തിലേക്ക് ഇട്ടിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് മസാല പുരട്ടിയെടുക്കാനായിട്ട് 5 മിനിറ്റ് മതി. അപ്പോൾ നിങ്ങൾ ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടമായോ ഇല്ലയോ എന്നൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് ഈ വീഡിയോയുടെ താഴെയുള്ള റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതുപോലെ തന്നെ അതിൻ്റെ റൈറ്റ് സൈഡിൽ ഒരു ബെല്ലൈക്കൺ കാണാം. ആ ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓൾ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാം. ആ ഓളും കൂടി പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ നല്ല കറിവേപ്പിലയുടെ ഫ്ലേവറൊക്കെയുള്ള മുട്ട റെഡിയായി കഴിഞ്ഞു. നമുക്കിത് ബൗളിലേക്ക് മാറ്റി സെർവ് ചെയ്യാം. ചെറിയൊരു ചൂടോടുകൂടി തന്നെ കഴിക്കാം. ചോറിൻ്റെ കൂടെ, തൈരിൻ്റെ കൂടെ ആണെങ്കിലും. ഇപ്പോൾ നമുക്ക് വേറെ കറികളില്ല, തൈരാണോ സാമ്പാറാണോ രസമാണോ, അല്ലെങ്കിൽ കുറച്ച് മെഴുക്കുവരട്ടി ഉള്ളൂ, അല്ലെങ്കിൽ ഒരു തോരൻ മാത്രമേ ഉള്ളൂ നമുക്കിപ്പോൾ കറിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ ചേർത്ത് കഴിക്കാവുന്ന നല്ലൊരു റെസിപ്പിയാണ്. മുട്ട പൊരിച്ചെടുക്കുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള റെസിപ്പി, നമ്മൾ സാധാരണ ഓംലെറ്റൊക്കെ ഉണ്ടാക്കുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള റെസിപ്പി. നല്ല ഗരം മസാലയുടെ ഫ്ലേവറും ആ കറിവേപ്പിലയുടെ ഫ്ലേവറും ഒക്കെ മുട്ടയിലേക്ക് പിടിച്ചിട്ടുണ്ടാവും നമ്മൾ ഇതുപോലെ ചെയ്തു വരുമ്പോൾ. അപ്പോൾ എന്തായാലും നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിചാരിക്കുന്നു. നമുക്ക് നമ്മുടെ അടുത്തൊരു റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം.